ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഔട്ടിംഗ് വീഡിയോ ആണ് വിത്ത് മൈ കസിൻസ്. അപ്പം ഇതെൻ്റെ കസിൻസാണ്. വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് പെട്ടിയും കിടക്കെടുത്ത് വന്നിട്ടുണ്ട് 3-4 ദിവസത്തേക്ക് ചേച്ചിയുടെ കൂടെ നിൽക്കാനായിട്ട്, ബാംഗ്ലൂർ കാണാനായിട്ട്. അപ്പോൾ അവരുടെ കൂടെ ഒരു സൺഡേ ഔട്ടിംഗ് വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ഇതാ ക്യാബിൽ പോകുന്നു. 4 പേരുണ്ട്. എൻ്റെ 2 മാമന്മാരുടെ മക്കളാണ്. 4 പേരുണ്ട്. അതിൽ 3 പേര് വണ്ടിയിലുണ്ട്. ഒരാളെ ഞങ്ങൾ ചേട്ടൻ്റെ കൂടെ ബൈക്കുമ്മ വിട്ടു. കാരണം സ്ഥലമില്ലാത്തതുകൊണ്ട് അവനെ ഞാൻ ബൈക്കുമ്മ വിട്ടു. അപ്പോൾ എൻട്രൻസിൽ കൂടെ, ഇതാണ് എൻട്രൻസിൽ കൂടെ ഉള്ളിലേക്ക് റിസോർട്ടിൻ്റെ അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു വണ്ടി വിളിക്കണം. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ നിന്ന് കിടക്കുമ്പോൾ നല്ലൊരു ഹരിതാപം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ഒരു കവാടമുണ്ട്. കവാടം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കവാടത്തിൻ്റെ അവിടെയൊക്കെ നല്ല സെക്യൂരിറ്റിയാണ്. കാരണം നമ്മുടെ ഫോറിനേഴ്സ് ഒക്കെ താമസിക്കുന്ന ഏരിയ ആണ്, വില്ലാസാണ്. അതുകൊണ്ട് നല്ല ഹൈലി സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഔട്ടിംഗ് എന്ന് പറയുമ്പോൾ ഓക്കെയാണ്. അവർ ചോദിച്ചിട്ടും ഒക്കെ അന്വേഷിച്ചിട്ടൊക്കെയാണ് ഉള്ളിലേക്ക് വിടാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ ഇത് ചേട്ടൻ വരുന്ന സ്ഥലമായതുകൊണ്ട് ചേട്ടൻ അറിയാം. അതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. സെക്യൂരിറ്റി ചെക്കും വലിയ ഇഷ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി. 2 സൈഡിലും പോണ വഴിയിൽ 2 സൈഡിലും വില്ലാസും കാര്യങ്ങളാണ്. പിന്നെ സൈലൻറ്റ് ഏരിയ ആണ്, നല്ല സൈലൻറ്റ് ഏരിയ ആണ്. ഏത് സമയത്ത് വന്നാലും വലിയ ഒച്ചയോ ബഹളമോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സൈലൻറ്റ് ഏരിയ ആണ്. 2 സൈഡിലും പാം മരങ്ങളുണ്ട്. അതുകൊണ്ടാവും പാംഡോസ് എന്ന് പേര് വന്നതെന്ന് വിചാരിക്കുന്നു, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ഥലമാണ്. നമ്മുടെ ബാംഗ്ലൂരിലുള്ള ആൾക്കാർക്ക് വൺ ഡേ ഔട്ടിംഗ്, ഇഫ് ദേ ആർ പ്ലാനിങ് വൺ ഡേ ഔട്ടിംഗ് വിത്ത് സ്വിമ്മിംഗ് പൂൾ കാര്യങ്ങളൊക്കെ, നമുക്കൊരു വൺ ഡേ ഔട്ടിംഗ്. സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, ഔട്ട്ഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടും ചൈൽഡ് ഏരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിൽഡ്രൻ പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ബാംഗ്ലൂരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പോൾ വില്ലകളുടെ നടുവിലായിട്ടാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ റിസോർട്ടിൻ്റെ അവിടേക്ക് തിരിയാണ്. അപ്പോൾ റിസോർട്ടിൻ്റെ എൻട്രൻസിൻ്റെ അവിടേക്ക് ഞങ്ങൾ കയറാണ്. അപ്പോൾ ചേട്ടനാണെങ്കിൽ ക്ലാസ് ഉള്ളതുകൊണ്ട് ചേട്ടനൊക്കെ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കയറി. നവനീത് നേരത്തെ എത്തി, ചേട്ടൻ്റെ കൂടെ നേരത്തെ എത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിതാ കാറിൽ നിന്ന് ഇറങ്ങുന്നു. നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങുന്നുണ്ട്. എല്ലാവരും വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ട് തന്നെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി. അദ്രി എന്താണാവോ കാലത്തൊട്ട് നല്ല കലിപ്പിലായിരുന്നു. എന്താ കാരണം എന്നൊന്നും അറിയില്ല. ചിരിക്കാൻ പറഞ്ഞിട്ട് ചിരിക്കുന്നില്ല, വർത്താനം പറയാൻ പറഞ്ഞിട്ട് വർത്താനം പറയുന്നില്ല. നല്ല കലിപ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ ചേട്ടൻ അങ്ങോട്ട് കയറി. അവരോടൊക്കെ എന്തൊക്കെയോ സംസാരിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. ചേട്ടൻ ഞങ്ങളവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ തിരിച്ചു പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു. ഞങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. പൂളുള്ളതുകൊണ്ട് ഡ്രസ്സും കാര്യങ്ങളും എക്സ്ട്രാ എടുത്തിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്യായിരുന്നു, ഇപ്പോൾ വെള്ളത്തിൽ ഇറങ്ങണോ അതോ ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയോ. കാരണം ഇപ്പോൾ പൂളിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ നനഞ്ഞ വേഷത്തുകൊണ്ടിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വരും. അപ്പോൾ വിചാരിച്ചു ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ റിസപ്ഷൻ്റെ സ്ഥലമാണിത്. റിസപ്ഷൻ്റെ അവിടെ നിന്ന് താഴേക്ക് സ്റ്റെപ്പ് ഉണ്ട്. താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പൂളിൻ്റെ അവിടേക്ക്, പൂൾ സൈഡിലേക്ക് പോവാം. മുകളിലാണെങ്കിൽ ബാർ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നല്ല വ്യൂ ആണ്. നമുക്ക് മുകളിൽ നിന്ന് കണ്ടാലും താഴെ നിന്ന് കണ്ടാലും നല്ല വ്യൂ ആണ്. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ അവിടെ കറങ്ങിയപ്പോൾ അവിടെ അദ്രിക്ക് കളിക്കാനുള്ള സ്ഥലം കിട്ടി. അപ്പോൾ അദ്രി അവിടെ എൻജോയ് ചെയ്യുകയാണ് ഓരോന്നായിട്ട്. അപ്പോൾ അപ്പുറത്ത് നോക്കിയപ്പോൾ ബില്ലിയാർഡ്സ് എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല. ബില്ലിയാർഡ്സ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ട് ആർക്കും കളിക്കാൻ അറിയുന്നില്ല. എന്നാലും ഒരു ഫോട്ടോയ്ക്കും വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു എന്നുള്ളൂ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിന്നെ പൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടായി. അങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിന്നു. ഇവിടെ വൺ ഡേ സ്റ്റേയും ഉണ്ട്, വൺ ഡേ ജസ്റ്റ് ഒരു ഡേ ഔട്ടും ഉണ്ട്. സ്റ്റേ വേണമെങ്കിൽ അതിനുള്ള സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. നോൺ വെജും വെജും ഐറ്റംസ് എല്ലാം ഉണ്ടായി. എല്ലാം ട്രൈ ചെയ്തു. നല്ല ഫുഡായിരുന്നു. ഇതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് പതിയെ ഞങ്ങൾ പൂളിലേക്ക് ഇറങ്ങി. അപ്പോൾ അദ്രിയാക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് പൂളിൻ്റെ. സ്വിമ്മിംഗ് പൂളിലേക്ക് ഫസ്റ്റ് ടൈമാണ് അവൾ ഇറങ്ങണത്. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ചെറുപ്പത്തിലൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് ഇറങ്ങണത്. അപ്പോൾ അങ്ങനെ ഇവന്മാർക്ക് ഒരു പേടിയില്ല, നീന്തൽ അറിയാം. അതുകൊണ്ട് എനിക്കും ഒരു ധൈര്യം ഉണ്ടായി. അദ്രിയാനൊക്കെ എടുത്തുകൊണ്ട് നടക്കണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ടീ ടൈം ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു പാക്കേജിലുള്ളതാണ്.
അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ബാംഗ്ലൂരുള്ള ആൾക്കാരാണെങ്കിൽ വൺ ഡേ ഔട്ടിങ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല സ്ഥലമാണ് പാമഡോസ് റിസോർട്ട്. അപ്പോൾ വരൂ, എൻജോയ് ചെയ്യൂ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.